രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കും. ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല. ഷഫീദ് റാവുത്തർ ചേരുന്നു വിശദാംശങ്ങളുമായി. ഷഫീദ്, മൊഴിയെടുക്കലിലേക്ക് കടക്കാൻ ഒപ്പം ഒരു പരാതി, ആരോപണ വിധേയരുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി ലഭിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴും സൈബർ വിദഗ്ധരെ അടക്കം ഒരു വിദഗ്ധരുടെ സംഘം തന്നെ രൂപീകരിക്കുന്നു ക്രൈംബ്രാഞ്ച്. ഗോകുലി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച 6 പരാതികളിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത്. അതിന് പിന്നാലെ ഇക്കാര്യത്തിൽ തിരുവനന്തപുരം റേഞ്ചിന്റെ ചുമതലയുള്ള ഡിവൈഎസ്പിക്ക് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല നൽകിയിരുന്നു. എന്നാൽ കുറച്ചുകൂടി ശാസ്ത്രീയ വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു പ്രത്യേക സംഘത്തിന് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. ഡിവൈഎസ്പി ഷാജിക്കാണ് ഈ സംഘത്തിന്റെ അന്വേഷണ ചുമതല എന്നുള്ളത്. 4 അംഗ സംഘത്തിൽ സൈബർ വിങ് സിംഗ് ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതിനപ്പുറത്തേക്ക് പുതിയ ടീം വരുമ്പോൾ അവരായിരിക്കും ഇനി ഇക്കാര്യത്തിൽ ഈ നിലവിൽ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചവരെ സമീപിക്കുകയും മാത്രവുമല്ല നിലവിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലുള്ള ശബ്ദരേഖ, അതേപോലെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ എങ്ങനെ പരിശോധന നടത്തണം, ആരെയൊക്കെ സമീപിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. പുതിയ സംഘത്തിന്റെ ആദ്യ യോഗം നാളെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചേരും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ക്രൈംബ്രാഞ്ച് മേധാവി, ക്രൈംബ്രാഞ്ച് ADGP ആണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും അന്വേഷണത്തിന്റെ കാര്യമായ പുരോഗതി എന്നുള്ള കാര്യം മുൻനിർത്തി പറയുമ്പോഴും സ്വാഭാവികമായും ഈ കേസിൽ നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം അതല്ലെങ്കിൽ പോലീസ് നേരിടുന്ന ചലഞ്ചുകളുണ്ട്. പ്രത്യേകിച്ച് പരാതിക്കാരും തന്നെ ഇതുവരെയും സഹകരണവുമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടാതെ തേർഡ് പാർട്ടി പരാതിയിൽ ഇങ്ങനെ ഒരു കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് പോയാൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടി അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് തലവേദനയാകും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയും വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയ ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അടക്കം കടക്കുക. ഗോകുൽ. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ ഗൗരവമായ പരിശോധനയിലേക്ക് തന്നെയാണ് ക്രൈംബ്രാഞ്ച് നടക്കുന്നത്. സൈബർ വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സംഭാഷണവും സ്ക്രീൻഷോട്ടുകളും ഒക്കെ കാര്യമായി തന്നെ പരിശോധിക്കുമെന്ന നിലയാണ് ഇപ്പോഴത്തെ ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു സ്ട്രക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.